മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് ഭാഗത്ത് 11.5 ഏക്കർ ഭൂമിയിലാണ് മുസ്ലിം ലീഗിന്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി ഒരുങ്ങുന്നത്. 105 വീടുകളാണ് ആകെ നിർമ്മിക്കുന്നത്. അതിൽ 51 വീടുകളാണ് പൂർത്തിയായിരിക്കുന്നത്. അവസാന മിനുക്കുപണികൾ തൊഴിലാളികൾ ഇപ്പോൾ വളരെ വേഗതയിൽ അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് കൈമാറുന്നത്. ഈ ഗുണഭോക്താക്കളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്നു. ടോണി ആർക്കിടെക്റ്റാണ് കോഴിക്കോടുള്ളത്. അവർ ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആണല്ലോ. അപ്പോൾ അവർ തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് ഇതിൻ്റെ കൺസൾട്ടൻസി മാത്രമല്ല, ഇതിൻ്റെ സ്ട്രക്ചർ ഡ്രോയിങ്ങും ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം അവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അവരിതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1060 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. 1060 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സൗകര്യങ്ങൾ. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസിനുള്ള സ്പേസും കൂടിയും ഇട്ടിട്ടുണ്ട്. അത് അകത്തുനിന്ന് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, പുറത്തുനിന്ന് വേണമെങ്കിൽ കൊടുക്കാം. ആ രീതിയിലാണ് അതിൻ്റെ പ്ലാനിങ് വന്നിരിക്കുന്നത്. മാത്രമല്ല 3 ബെഡ്റൂമുണ്ട്. ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡാണ്. 2 ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്താണ്. വർക്ക് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, ഡൈനിങ് കം ലിവിംഗ് റൂം ഉണ്ട്. ഒക്കെ നല്ല മനോഹരമായ ഒരു പ്ലാനാണ്. വീടുകൾക്ക് പുറമെ പ്രധാന റോഡ്, വളരെ വീതിയുള്ള ഒരു ഇന്റർലോക്ക് റോഡ് പ്രധാന പാതയായി ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അടുത്ത മറ്റ് 2 ഭാഗങ്ങളിലേക്കും റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട്. എല്ലാ വീടിന്റെ മുൻവശത്തും റോഡ് എത്തുന്നുണ്ട്. മാത്രമല്ല വൈദ്യുതിയും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയാണ് ഈ നിർമ്മാണം പൂർത്തിയാകുന്നത്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പദ്ധതിയാണ് ഈ ഭവനങ്ങളുടെ നിർമ്മാണത്തോടെ പൂർത്തിയാകുന്നത്. വേണുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.